ഈ മരങ്ങോടിനല്ലാതെ ആ വീട് ഇത്രയും വലിയ വിലയ്ക്ക് ആരും വാങ്ങില്ല. അതുകൊണ്ട് നിന്റെ അളിയന്മാരെ എങ്ങനെയെങ്കിലും ഒതുക്കിയേ പറ്റൂ. ഉത്തമനെ വിട്. മറ്റു രണ്ടുപേരെയും നമ്മുടെ കൂടെ കൂട്ടിയാ നമ്മൾ രക്ഷപ്പെടും. അവരെ ഒതുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താ? കുപ്പി തലവഴി കമഴ്ത്തണം. എന്നാ പിന്നെ താമസിപ്പിക്കണ്ട, കുപ്പി പൊട്ടിക്കേ. പേടിക്കണ്ടവാ. വാ 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 ഇരിക്കേ. വേണ്ടായേ, ഞങ്ങളെ അരി പറ്റി റെസ്പെക്റ്റോടെ നിന്നോളാം. ഇരിക്കുന്നേ. ഇരിക്കാനല്ലേ? എന്തിനാ കാണാന്ന് പറഞ്ഞു പറയാം. അതിനു മുമ്പ് എന്താ കുടിക്കുന്നേ? ബ്രാൻഡിയോ റമ്മോ ജിന്നോ വിസ്കിയോ ഏതാ വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ഇല്ല, ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല. ഞങ്ങൾ വർഷങ്ങളായില്ല ചേട്ടാ. സുധാകരൻ, വർഷങ്ങളായി. എല്ലാം നല്ല ഫോറിൻ സാധനങ്ങളാ. ഏതാണെന്ന് വെച്ചാൽ കുടിച്ചു നോക്ക്. ഏതായാലും സാറ് നിർബന്ധിക്കുന്നുണ്ട്. ഇവനെണ്ണം എത്ര വേണേലും കൊന്നോട്ടെ. സാറുമാർക്ക് അളവൊന്നും നോക്കണ്ട കേട്ടോ. ചോര വേണ്ട, അലർജിയാ. എന്നാ വെള്ളം ഒഴിക്കേ. ഒന്നും വേണ്ട, ഡ്രൈയാ ബെസ്റ്റ്. ഒരെണ്ണം കൂടി പോന്നോട്ടെ. രണ്ടെണ്ണം ഇങ്ങോട്ട് വേണ്ട, വെറുതെ ഒഴിച്ച് കൈയുടെ മസിൽ കളയണ്ട. ഞങ്ങൾ ഒഴിച്ചോളേ. ചെറുതാ അറിയണേ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചു. പക്ഷേ ഉത്തമനെ ക്ഷണിച്ചില്ല. എന്തുകൊണ്ട്? അവനൊരു അഹങ്കാരിയാ. 4 അക്ഷരം നിങ്ങളെക്കാളും എന്നെക്കാളും കൂടുതൽ പഠിച്ചു എന്നതിന്റെ ഊക്ക്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. ഞങ്ങൾ സഹിക്കുകയാണ്. കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഓട്ടോ ഓടിക്കൽ തന്നെയല്ല അവന്റെ ജോലി. അവന്റെ മറ്റും പവറും കണ്ടാ തോന്നും അവനെന്താ ഹെലികോപ്റ്റർ ഓടിക്കുകയാണ്. അവന്റെ വലിയേറ്റം മനോഭാവം നമുക്കൊന്ന് അവസാനിപ്പിക്കണം എന്റെ സുധാകരേട്ടാ. അത് അവസാനിപ്പിക്കാൻ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കാം. അതിന്റെ ആദ്യപടിയായിട്ടാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉത്തമനെ ഒഴിവാക്കിയത്. എന്ത് ചോർച്ച? ചോർച്ചയല്ല, ചർച്ച. ചർച്ച പറയാം. ഉത്തമന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ അമ്മായി അപ്പൻ അർജുനൻ പിള്ളയുടെ കാര്യവും. ഇതുവരെ നിങ്ങൾക്ക് അയാളിൽ നിന്നും അവഗണനയല്ലാതെ സ്നേഹമോ വാത്സല്യമോ ബഹുമാനമോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു കോപ്പും കിട്ടിയിട്ടില്ല. ഇല്ല. 1 സെന്റ് സ്ഥലമെങ്കിലും നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ? ഇതുപോലൊരു ചിക്കൻകാല് പോലും ഇന്നുവരെ വാങ്ങി തന്നിട്ടില്ല. തരില്ല. അതുകൊണ്ട് അയാളെ ചെറുതായിട്ടൊന്ന് വഹിക്കാനുള്ള പരിപാടികള് ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല ചേട്ടാ. ചില ബ്ലാങ്ക് പേപ്പേഴ്സിൽ അർജുനൻ പിള്ളയെ കൊണ്ട് ഞാൻ ഒപ്പിടിവിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ച് ആ വീട് നമ്മുടെ എല്ലാവരുടെയും പേരിലാക്കുന്നു. അത് വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നും ഓരോ ഷെയർ നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ തരും. അത് കൊള്ളാം. പക്ഷേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. എന്തിയേ? ഞങ്ങൾ ആശാന്റെ കൂടെ നോക്കേ. പക്ഷെ ഞങ്ങൾക്ക് ഒരാളോടും കൂടി അത് ചോദിക്കാനുണ്ട്. അതാരാ സുധാകരേട്ടാ? ഉത്തമ. ഓ, മറന്നുപോയി. ഇതാണ് ഉത്തമൻ. എന്റെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് മേനോനെ ഏവരിങ്ങോട്ട് വന്നത്. താൻ എന്താ വിചാരിച്ചത്? വിസ്കിയും ബ്രാൻഡിയും തന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങാവുന്നോ? തന്നെ പോലെ കൂടെ നിൽക്കുന്നവരെ കാല് വാരാനും കുതികാൽ വെട്ടാനും ഞങ്ങൾ പഠിച്ചിട്ടില്ല. പച്ചനോട്ടിന്റെ കെട്ട് കാണുമ്പോ കണ്ണ് മഞ്ഞളിക്കുന്ന ചങ്ങാത്തമല്ലേ ഇത്? ഞങ്ങൾ ഒറ്റ കെട്ടാ. ആ വീട് വിറ്റ് കാശടിക്കാൻ താൻ കണ്ട അവസാനത്തെ വഴിയാണിതല്ലേ? നടക്കില്ലടാ മോനെ, നടക്കില്ല. 18 അടവും ഒരുമിച്ച് പ്രയോഗിച്ചാലും ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റുന്ന ചാളെ. എല്ലാത്തിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. ഇതുപോലത്തെ ചെറ്റ പരിപാടികളൊക്കെ വന്നാലുണ്ടല്ലോ ഈ ഗോഡൌണിലിട്ട് തന്നെ പൂട്ടി തീ കൊടുത്തു. പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തു. എന്നാ മാന്തിക്കൊണ്ടിരുന്നോ? ആദ്യം മലപടി ദൈവം ഇത് നിൽക്കും. അയ്യാ, പ്രശ്നം ഉണ്ടാക്കരുത്. നടക്കാൻ പോകുന്ന നിന്റെ പെങ്ങളുടെ കല്യാണമാണ്. ഇപ്പൊ അവന് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല. നിങ്ങളൊക്കെ കൂടി അവനെ കോടതി കയറ്റിയില്ലേ? അതോടെ തീർന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, എല്ലാം നമുക്ക് മറക്കാം. അതങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല. അതെയാ, എന്തും നമുക്ക് പറഞ്ഞു തീർക്കാം. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ.
നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെ എനിക്കറിയാം. ഒരിക്കൽ നമുക്കിതൊന്ന് പണിതല്ലേ. അജയ്യ ചെന്ന് എഴുതി വാങ്ങിക്കടാ. ഇതുപോലൊരു അവസരം വേറെ കിട്ടാനില്ല. ചെല്ലട വേഗം. ഇത് ശരിയല്ല സാർ. ഏത് ശരിയല്ലെന്ന്? എടാ ഈ കല്യാണം ഞാൻ നടത്തില്ല. എങ്കിൽ അത് എന്താണ് പ്രശ്നം? നീയൊക്കെ എന്താ വിചാരിച്ചത്? ഞാനിന്ന് ഇരുമ്പഴിക്കുള്ളിൽ കഴിയുന്നു. എല്ലാരും ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഈ കല്യാണം നടത്തില്ല. അജയനാ പറയാം. നിലനിർത്താൻ ഒരാണ്ടരി വേണമെന്ന് ഏതൊരച്ഛനെയും പോലെ ഞാനും ഒന്ന് മോഹിച്ചു പോയി. അവസാന കർമ്മം ചെയ്യാൻ ഒരു മകൻ വേണമെന്ന് ആരാഗ്രഹിക്കാത്തത്? നിന്നെ എനിക്ക് ദൈവം തന്നപ്പോ ഞാൻ എന്റെ മറ്റുള്ള മക്കളെ വരെ മറന്നു. മക്കളെല്ലാവരും ഒരുപോലെയാണെന്ന് നിന്റെ അമ്മ എന്റെ ശാരദ കണ്ണീരോടെ പറയുമ്പോഴൊക്കെ ഞാൻ എതിർത്ത് നിന്നിട്ടേ ഉള്ളൂ. എല്ലാ മക്കളെക്കാൾ കൂടുതൽ സ്വത്തും പണവും ഒക്കെ ഞാൻ നിനക്ക് തന്നു. പക്ഷേ നിനക്ക് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായ നിന്റെ അച്ഛന്റെ മനസ്സിനെ നീ വേദനിപ്പിച്ചു. എനിക്ക് വയ്യ, ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ വയ്യ.